മസ്ജിദിന്റെ മിനാരം, ഗണപതി ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുരം, നഗരഹൃദയത്തെ ആശീർവദിക്കുന്ന യേശു ക്രിസ്തു, ദി ട്രയോ ഓഫ് ഇന്റർഫെയ്ത്ത് ഹാർമണി. സോ ഇവിടെ വരുമ്പോൾ ഐ എം ഫീലിംഗ് പ്രൗഡ് ദാറ്റ് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഹാർമോണിക് വേയിൽ പോകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ നോർത്ത് ഫ്രണ്ട്സ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആസ് എ പ്രൂഫ് എനിക്കിപ്പോൾ ഒരു ഫോട്ടോയും കൂടെ ഉണ്ട് കാണിക്കാൻ. ലൈക്ക് നമ്മുടെ ഈ നാട്ടിൽ അടുത്തടുത്ത് നോട്ട് ഈവൻ ലൈക്ക് എന്താ പറയുക കിലോമീറ്റേഴ്സ് അല്ല, ജസ്റ്റ് മീറ്റേഴ്സ് അപ്പാർട്ട് ഒരു മതിലിനപ്പുറം അമ്പലം പള്ളി കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്. തലസ്ഥാന നഗരിയിലെ മതസൗഹാർദ്ദത്തിന്റെ നിറക്കാഴ്ചയാണ് പാളയം. സാഹോദര്യ ഗോപുരം മൊബൈൽ ക്യാമറയിൽ പകർത്താനുള്ള തിരക്കിലാണ് തലസ്ഥാനവാസികൾ. റീൽസിലും സ്റ്റാറ്റസുകളിലും നിറയുന്ന ദൃശ്യങ്ങൾ നേരിട്ട് കാണാനെത്തിയവർ നിരവധി. പാളയം എന്ന് പറയുന്നത് വരുമ്പോൾ ഒരു ഡിവൈൻ ഫീലിംഗ് ആണ്. ഇപ്പം ഇതൊരു കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷം തോന്നുന്നു. മതസൗഹാർദ്ദം ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. ഇവിടെ വരുന്ന ഹിന്ദു ആട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ആരായിക്കൊണ്ട് പോട്ടെ, ആരായാലും ഈ മൂന്ന് നടയും തൊഴാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് കൗതുകത്തോടെയാണ് പാളയം എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പള്ളിയും അമ്പലവും ഒക്കെ ഒരുമിച്ചുള്ളത് കൊണ്ടും വലിയൊരു മെസ്സേജാണ് ഈ ഒരു സ്ഥലം കൊടുക്കുന്നതെന്ന് അവർ പറയാറുണ്ട്. 50 അടി നീളം, 20 അടി വീതി, 15 അടി പൊക്കത്തിലുമുള്ള ഗണപതി വിഗ്രഹം. പള്ളിമിനാരത്തിനൊപ്പം ഗണപതി വിഗ്രഹത്തിന്റെ ഗോപുരം കൂടി തല ഉയർത്തിയതോടെയാണ് പാളയത്ത് സൗഹൃദത്തിന്റെ നിറക്കാഴ്ചയ്ക്ക് മാറ്റുകൂടിയത്. ഈ ഒറ്റ ഫ്രെയിമിൽ തെളിയുന്നുണ്ട് നമ്മുടെ നാടിന്റെ യഥാർത്ഥ കേരള സ്റ്റോറി. അക്ഷയ്ക്കൊപ്പം അക്ഷയ് കൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.